ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. വാതിൽ തുറന്നതും മുഖത്ത് പൊട്ടിയും അടിച്ചൊരു കൂളിംഗ് ഗ്ലാസും വെച്ച് കുട്ടിയെടുപ്പിട്ട് നിൽക്കുന്നവളെ ആരു ഇതാരാണെന്ന രീതിയിൽ സംശയത്തോടെ ആ പെണ്ണിനെ നോക്കിയതും അവളപ്പോഴേക്കും ആരുവിനെ തട്ടിമാറ്റി ഉള്ളിലേക്ക് കയറിയിരുന്നു. ഡീ പെണ്ണെ, നീ ഏതാ എങ്ങോട്ടാ ഇടിച്ചു കയറി പോകുന്നത്? പെട്ടെന്ന് ബോധം വന്നതുപോലെ ആരും ആ പെണ്ണിന്റെ മുന്നിലേക്ക് കയറി അവളെ തടഞ്ഞ് ശബ്ദം കടുപ്പിച്ച് ചോദിച്ചു. എന്നെ തടയാൻ നീ ഏതാടി? ഞാൻ എൻ്റെ ബേബിയെ കാണാൻ വന്നതാ. അത് പറഞ്ഞ് ആരുവിനെ തള്ളി മാറ്റി അവൾ ബേബിയെന്ന് വിളിച്ചുകൊണ്ട് മഹിയുടെ അടുത്തേക്ക് നടന്നു. ബേബിയോ? അതാരാ? ആ പെണ്ണ് വിളിക്കുന്നത് കേട്ട് ആരും സംശയത്തിൽ സ്വയം ചോദിച്ച് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ബേബി എന്ന് വിളിച്ച് ഒളിപ്പിച്ച് മഹിക്കടുത്ത് പോയിരുന്ന് കൊഞ്ചിക്കുഴയുന്നവളെയാണ്. എന്താ ബേബി ഇത്? സൂക്ഷിക്കണ്ടേ? മഹിയുടെ അടുത്തിരുന്ന ആവശ്യത്തിലേറെ സങ്കടം വാരി വിതറിക്കൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞത് കേട്ട് ആരുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. ഇടങ്ങണിട്ട് മഹി ആരുവിനെ നോക്കിയതും ദേഷ്യത്തിൽ വീർത്തിരിക്കുന്ന ആരുവിന്റെ മുഖം കണ്ടതും മഹി വന്ന ചിരി അടക്കി നിർത്തി. അനഘ, നീ എപ്പോൾ വന്നു? ആരുവിനെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാനായി മഹി സൗമ്യമായി അനഘയോട് ചോദിച്ചു. എന്നാൽ ആദ്യമായി മഹി തന്നോട് നല്ല രീതിയിൽ സംസാരിച്ചത് ആലോചിച്ച് അവളുടെ മുഖം പൊട്ടുന്നു. അതോടെ ആയതും ആരുവിന്റെ മുഖം ഇപ്പോൾ പൊട്ടുന്ന രീതിയിൽ വീർത്തു. ഞാൻ ഇന്ന് കാലത്തെ എത്തിയത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ബേബി പരിക്ക് പറ്റി ഹോസ്പിറ്റലിലാണെന്ന്. വിഷമത്തോടെ മഹിയുടെ കയ്യിൽ തലോടിക്കൊണ്ട് അനഘ പറഞ്ഞതും ആരും ഉള്ളിലെ ദേഷ്യം അടക്കി നിർത്തി അവിടെ അടുത്തേക്ക് വന്നു. മഹിയേട്ടാ, ഏതാ ഈ പെണ്ണ്? ആരും മഹിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് അനഘ, അർജുന്റെ പെങ്ങളാണ്. മഹി ആരുവിനെ നോക്കാതെ പറഞ്ഞു. ഏത്? അമ്മയുടെ ഏട്ടന്റെ മകൻ? അന്ന് നിങ്ങൾ തല്ലിയ അർജുനോ? ആരും മനഃപൂർവ്വം അനഘ കേൾക്കാൻ വേണ്ടി ചോദിച്ചതും മഹി അവളെ കൂർപ്പിച്ച് നോക്കി. ബേബി, ഏതാ ഈ പെണ്ണ്? തീരെ മാനേഴ്സ് ഇല്ല. ഹോം നേഴ്സായി നിർത്താൻ വേറെ ആരെയും കിട്ടിയില്ലേ? നമ്മൾ സംസാരിക്കുന്നത് കണ്ടിട്ട് മിടക്ക് കയറി സംസാരിക്കുന്നത് കണ്ടില്ലേ? അനഘ ആരവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മഹിയോട് പറഞ്ഞു. ആരവനെ നോക്കി മഹി ചുണ്ടുകൾ കടിച്ച് ചിരിയൊതുക്കി. ഡി എന്താണ് നീ പറഞ്ഞത്? നിനക്കാണ് ഭൂതന്റെ മാനേഴ്സ് ഇല്ലാത്തത്. ഇങ്ങനെ എൻ്റെ ഭർത്താവാ, അല്ലാതെ ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. എല്ലാം കൂടി ആയതും ആരും നിയന്ത്രണം വിട്ട് അനഘക്ക് നേരെ ദേഷ്യത്തിൽ പറഞ്ഞു. ഒപ്പം അവൾ കാണാനായി ടോപ്പിനുള്ളിൽ മറച്ചു വെച്ചിരുന്ന താലിയെടുത്ത് പുറത്തേക്ക് ഇട്ടു. ആരുവിന്റെ മറുപടി കേട്ട് ആദ്യമായി അവൾ തന്നെ ഭർത്താവായി പരിഗണിച്ചതോർത്ത് മഹിക്ക് സന്തോഷം തോന്നിയെങ്കിലും അവൻ അടക്കി നിർത്തി. എന്താ ബേബി ഇത്? ഇതുപോലുള്ള വില്ലേജ് ഗേളിനെയാണോ എൻ്റെ ബേബിക്ക് കല്യാണം കഴിക്കാൻ കിട്ടിയത്? അനഘ ആരുവിനെ നോക്കി പുച്ഛം വാരി വിതറിക്കൊണ്ട് മഹിയോട് പറഞ്ഞതും ആരും മഹിയെ തുറച്ചു നോക്കി. അനഘ, നീ ഇപ്പൊ ചെല്ല്. ആരുവിന്റെ ഭാവം കണ്ട് അവളെ ഇനിയും ഇവിടെ നിർത്തിയാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കിയ മഹി അനഘയോടായി പറഞ്ഞു. ഓക്കെ ബേബി, ഞാൻ പിന്നെ വരാമേ. മഹിയെ നോക്കി സ്നേഹം ചാലിച്ചു കൊണ്ട് പറഞ്ഞ് ആരുവിനെ നോക്കി പുച്ഛം വാരി വിതറി അനഘ അവിടെ നിന്ന് പോയതും ആര് ഡോറ് ക്ലോസ് ചെയ്ത് ദേഷ്യത്തിൽ ചവിട്ടി തുള്ളി മഹിയുടെ അടുത്തേക്ക് വന്നു. ദേ, നിങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയൊക്കെ ഞാൻ ക്ഷമിക്കും. പക്ഷെ ഇനി ഇതുപോലെ കണ്ടവന്മാർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ എൻ്റെ സ്വഭാവം മാറും. അതുകൊണ്ട് അവരുമായിട്ടുള്ള എന്ത് ബന്ധമാണെങ്കിലും അത് നിർത്തുന്നതാകും നിങ്ങൾക്ക് നല്ലത്. ആരും ദേഷ്യത്തിൽ താക്കിയതുപോലെ അതും പറഞ്ഞ് ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് പോയി കിടന്നു. ദൈവമേ, എക്സ്പ്രഷനാണ് ഞാൻ തലവെച്ചത്. ആരുവിന്റെ ഉറഞ്ഞു തുള്ളിയ ഭാവം കണ്ട് ബെഡിൽ തിരിഞ്ഞു കിടന്ന് എന്തൊക്കെയോ പിറുപിറുക്കുന്ന ആരുവിനെ നോക്കി സ്വയം പറഞ്ഞ് മഹി കണ്ണുകൾ അടച്ചുവെങ്കിലും പേരറിയാത്തൊരു സന്തോഷം അവനമൊന്ന് മൂടിയിരുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ശരീരം ധരിപ്പിച്ച മരുന്നിന്റെ എഫക്റ്റ് കഴിഞ്ഞ് മഹിക്ക് മുറിവ് വേദന എടുത്തു തുടങ്ങിയിരുന്നു. ദേ കൊച്ചേ, എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. ആ മരുന്നിങ്ങിതാ, ഞാൻ കുടിച്ചോളാം. വേദന ഇഞ്ചക്ഷൻ വെക്കാൻ വന്ന ഡ്യൂട്ടി നേഴ്സിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് മഹി പറഞ്ഞു. ഒന്ന് മിണ്ടാ നിൽക്കും മഹിയേട്ടാ, ഇഞ്ചക്ഷൻ വെച്ചില്ലേ വേദന മാറില്ല. എന്തു വേണമെന്ന് അറിയാതെ പരുങ്ങി നിൽക്കുന്ന നേഴ്സിനെ കണ്ട് മഹിയെ നോക്കി ആര് പറഞ്ഞു. നീ മിണ്ടാ നിൽക്കടി. ദേ കൊച്ചേ, എന്നെ ഇഞ്ചക്ഷൻ വെച്ചാ നിന്റെ ഇവിടുത്തെ ജോലി ഞാൻ ഇപ്പൊ തന്നെ തെറിപ്പിക്കും. മഹി ദേഷ്യത്തിൽ പറഞ്ഞതും നേഴ്സ് ദയനീയമായി ആരുവിനെ നോക്കി. ഇങ്ങനെ പലതും പറയും, അത് കാര്യാക്കണ്ട. ഇഞ്ചക്ഷൻ വെച്ചോ, തൻ്റെ ജോലിയൊന്നും പോകില്ല, ഉറപ്പ്. ഒരു കൈ കൊണ്ട് മഹിയുടെ വാ പൊത്തി പിടിച്ച് മറു കൈ കൊണ്ട് മഹിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആര് പറഞ്ഞതും നേഴ്സ് ഇഞ്ചക്ഷൻ എടുത്ത് മഹിക്കടുത്ത് വന്നതും മഹി വേഗം കണ്ണുകൾ ഇറുകിയടച്ചു. ഒന്നിനെയും പേടിയില്ലാതെ നടന്നവൻ വെറുമൊരു ഇഞ്ചക്ഷനെ പേടിച്ച് കണ്ണുകളടച്ച് കിടക്കുന്നത് കണ്ട് ആരുവിന് ചിരി വന്നെങ്കിലും അടക്കി നിർത്തി അവൾ നിന്നു. അയ്യേ, ചേകുത്താൻ ഇഞ്ചക്ഷന് പേടിയോ? മോശാണ് കേട്ടോ. ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞ് നേഴ്സ് പോയതും ആരും മഹിയെ നോക്കി കളിയാക്കി പറഞ്ഞു. ചേകുത്താ നിന്റെ തന്ത മാധവൻ. മഹി ദേഷ്യത്തിൽ പറഞ്ഞതും ആരും മഹിയെ തറപ്പിച്ച് നോക്കിയതും മഹി ഇഞ്ചക്ഷൻ വെച്ച് ദേഷ്യത്തിൽ മുഖവും വീർപ്പിച്ച് കിടന്നതും
ആര് വീർപ്പിച്ചു വെച്ച മഹിയുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. ഒരാഴ്ചത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഇന്നാണ് മഹിയെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇത്രയും ദിവസം ആര് തന്നെയായിരുന്നു മഹിക്ക് കൂട്ടായി നിന്നതും അവൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നതുമെല്ലാം. സൂര്യനും ഇന്ദുവും സീതയും മഹിയുടെ വാലുകളുമെല്ലാം ദിവസങ്ങൾ വന്നു പോകുമെങ്കിലും ഇന്ദുവിനെയും സൂര്യനെയും ഒന്നും മഹി തീരെ ഗൗനിക്കാനേ പോയില്ല. ഡിസ്ചാർജ് വാങ്ങി സൂര്യ വന്നപ്പോഴേക്കും ആരവും ഇന്ദും കൂടി സാധനങ്ങളെല്ലാം പാക്കാക്കി വെച്ചിരുന്നു. ഡിസ്ചാർജ് കിട്ടിയാച്ചാ? ആര് സൂര്യയെ നോക്കി ചോദിച്ചു. കിട്ടി. മുറിവ് നന്നായി ഉണങ്ങുന്നത് വരെ ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മഹിയെ ഒന്ന് നോക്കി സൂര്യ ആരുവിനോട് പറഞ്ഞ് പാക്ക് ചെയ്ത് വെച്ച ബാഗുകൾ കയ്യിലെടുത്ത് പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും ആദിയും വിജുവും വീൽ ചെയർ കൊണ്ടുവന്ന് പതിയെ മഹിയെ താങ്ങി പിടിച്ച് അതിലെത്തി പതിയെ ഉരുട്ടി പുറത്തേക്ക് നടന്നു. സൂര്യന്റെ കാറിൽ മഹി കയറില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചതും ആദിയും വിജുവും കൂടി മഹിയെ പതിയെ താങ്ങി പിടിച്ച് അവരുടെ കാറിൽ എത്തിയതും ആരും മഹിയുടെ അടുത്തായി കാറിലിരുന്നു. യജുവായിരുന്നു ഡ്രൈവ് ചെയ്തത്. ആദ്യ കോർണർ സീറ്റിലും. സ്റ്റിച്ച് വലിയുന്നത് കൊണ്ട് മഹിക്ക് ഇപ്പോഴും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും മഹിക്ക് തിരിച്ചു പറയാനുള്ള അവസരം ഇരുവരും നൽകിയിരുന്നില്ല. ആരുവാണെങ്കിൽ അവരുടെ സംസാരത്തിന് ശ്രദ്ധ കൊടുക്കാതെ മഹിയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. കോവിലകത്തെത്തിയപ്പോൾ തന്നെ മഹിക്ക് പകുതി ആശ്വാസം തോന്നി. കോവിലകത്തെത്തിയതും മഹിയെ താഴെ റൂമിലാക്കാമെന്ന് സീത പറഞ്ഞതും മഹിക്ക് തൻ്റെ റൂം തന്നെ മതിയെന്ന് വാശി പിടിച്ചതും ആദിയും വിജുവും കൂടി താങ്ങി പിടിച്ച് മഹിയെ മുകളിലുള്ള അവരുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. മഹി, ഞങ്ങളിവിടെ നിൽക്കുന്നില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ആദിയും വിജുവും കൂടി മഹിയെ പതിയെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് പറഞ്ഞു. ശരിയടാ. അവർ പോയതും മഹി ബെഡിലേക്ക് അമർന്ന് കിടന്നു. അപ്പോഴാണ് ആര് റൂമിലേക്ക് കയറി വന്നത്. മഹിയേട്ടാ, എന്തേലും വേണോ? ആര് ഷാളയച്ച് പിന്നിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു. വേണ്ട. മഹി അത്ര പറഞ്ഞുകൊണ്ട് കണ്ണുകളടച്ച് കിടന്നതും ആര് ഫ്രഷായി താഴേക്ക് പോയി. മഹിയെ ഡിസ്ചാർജ് ചെയ്തത് അറിഞ്ഞ് അവനെ കാണാൻ വേണ്ടി കോവിലകത്തേക്ക് വന്നതായിരുന്നു ഷാരോണും ശ്രേയയും മാലതിയും ദേവനും. ദേവുവിന് റെസ്റ്റ് ആയതുകൊണ്ട് അവൾ വന്നില്ലായിരുന്നു. മഹിയെ കാണുന്നതിൽ താല്പര്യമില്ലെങ്കിലും ആരുവിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ദേവൻ അവരുടെ കൂടെ വന്നത്. കോവിലകത്തെത്തിയതും മേക്കർക്കണ്ട് സ്ഥലത്തിന്റെ നടുവിലായി ഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കുന്ന ചന്ദ്രോത്ത് കോവിലകം കണ്ടതും മാലതിയുടെയും ശ്രേയയുടെയും മുഖത്ത് അതിശയം നിറഞ്ഞു. ആരും ഇത്രയും വലിയ തറവാടിലെത്തിയത് കൊണ്ട് ഇരുവർക്കും അവളോട് നീരസം തോന്നി. പുറത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും സ്വീകരണ മുറിയിലിരുന്ന സൂര്യ പൂമുഖത്തേക്ക് വന്നതും അവിടെ നിൽക്കുന്നവരെ കണ്ടൊന്ന് സംശയിച്ചു. ആരൊക്കെയാ? മനസ്സിലായില്ല. സൂര്യ അവരെ നോക്കി സംശയത്തിൽ ചോദിച്ചു. ഞങ്ങൾ ആരുവിൻ്റെ വീട്ടുകാരാ. ഷാരോൺ മുന്നിലേക്ക് വന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു. അയ്യോ, പെട്ടെന്ന് മനസ്സിലായില്ല. നിങ്ങൾ വരുന്ന കാര്യം ആരുമോള് പറഞ്ഞതുമില്ല, അതാ അങ്ങനെ ചോദിച്ചത്. ഒന്നും വിചാരിക്കരുതേ. സൂര്യ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. ചെരുപ്പഴിച്ച് അകത്തേക്ക് കയറുന്നതിന് മുമ്പായി ഷാരോൺ പറഞ്ഞു. ആ ഇന്ദു, ഇന്ദു ഇങ്ങ് വന്നേ. സൂര്യ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും നെര്യതിന്റെ തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് ഇന്ദു ഇറങ്ങി വന്നു. ഇത് ആരുമോളുടെ വീട്ടുകാരാ. സൂര്യ പറഞ്ഞത് കേട്ട് ഇന്ദു അവരെല്ലാം നോക്കി. ആര് പറഞ്ഞതറിഞ്ഞ് മാലതിയുടെയും ശ്രേയയുടെയും സ്വഭാവം ഇന്ദുവിനെ അറിയാം. ആരുവിനോട് ചെയ്തതൊക്കെ ഓർത്തുള്ളിൽ നീരസം തോന്നിയെങ്കിലും ഇന്ദു അത് കാണിക്കാതെ അവരെ സ്വീകരിച്ചിരുത്തി. കോവിലകത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയതും ശ്രേയയുടെയും മാലതിയുടെയും കണ്ണുകൾ മിടിഞ്ഞു. സ്വീകരണ മുറിയിലിരിക്കുമ്പോൾ മാലതിയുടെയും ശ്രേയയുടെയും കണ്ണുകൾ അവിടെ ഒഴിഞ്ഞു നടന്നു. അവർ കൊണ്ടുതന്ന ജ്യൂസ് കുടിക്കുമ്പോഴും ദേവനെ എങ്ങനെയെങ്കിലും മാരുവിനൊരു നോക്ക് കണ്ടാൽ മതിയെന്നായിരുന്നു. ആരും ഇവിടെ? മാലതി ഇന്ദുവിനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. അവൾ റൂമിൽ മഹിയേട്ടൻ്റെ അടുത്താ, ഇങ്ങോട്ട് വിളിക്കാം. ഒരു ഭാഗത്തായി മാറിയെന്ന് അവരെ വീക്ഷിച്ചിരുന്ന സീത മാലതിയുടെ ചോദ്യം കേട്ട് പറഞ്ഞു. ഏയ് വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടോളാം. റൂം ഏതാ? ഷാരോൺ അതും പറഞ്ഞ് എണീറ്റു. വരൂ, ഞാൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് സീത മുകളിലേക്ക് പോയതും അവരെല്ലാം കൂടെ പോയി. റൂമിലേക്ക് കയറിയത് ബെഡിൽ കിടക്കുന്ന മഹിക്കരികിലിരുന്ന് അവനെ ദേഹം നനച്ചു തുറച്ചു കൊടുക്കുന്ന ആരുവിനെയാണ് കണ്ടത്. ആ കാഴ്ച കണ്ടതും ദേവന്റെ മുഖം പാടി. ഒപ്പം ആരുവിന്റെ മുഖത്തെ ചിരി കണ്ടതും അവൾക്കൂടെ കഷ്ടതയാകുമെന്ന് കരുതിയ ശ്രേയയുടെയും മാലതിയുടെയും മുഖം ഇരുണ്ടു. ഇതേസമയം മഹിക്ക് ഇഞ്ചക്ഷന് പേടിയുള്ള കാര്യം പറഞ്ഞ് അവനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ദേഹം തുടച്ചു കൊടുക്കുകയായിരുന്നു ആരു. പെട്ടെന്ന് സീതയുടെ ഒപ്പം റൂമിലേക്ക് കയറി വരുന്നവരൊക്കെ കണ്ട് അവിശ്വസ്തയോടെ എഴുന്നേറ്റു. എന്നാൽ വന്നവരൊക്കെ കണ്ടതും മഹിയുടെ മുഖം ഇരുണ്ടു. അല്ല, ഇതെന്തേട്ടാ എല്ലാവരും ഒരു മുന്നറിയിപ്പില്ലാതെ? മഹിയെ പതിയെ താങ്ങി ഹെഡ് ബോർഡിൽ ചാരിയിരുത്തി നെഞ്ചുവരെ പൊതപ്പിച്ചുകൊണ്ട് ആരും വിശ്വസിക്കാനാവാതെ ഷാരോണിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെന്തായാലും നീ അങ്ങനെ പറഞ്ഞത്?
ഞങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റൂ, അതോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ? മാലതി പറഞ്ഞത് കേട്ട് ആരുവിൻ്റെ മുഖം മങ്ങി. അയ്യോ വല്യമ്മേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പെട്ടെന്ന് എല്ലാവരെയും കണ്ട് എക്സൈറ്റ്മെന്റിൽ പറഞ്ഞതാ. ആരും മാലതി പറഞ്ഞത് കേട്ട് വേഗം പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് മഹി? സീത അവർക്കായി ഇരിക്കാൻ റൂമിലേക്ക് കൊണ്ടുവച്ച കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ഷാരോൺ ചോദിച്ചു. കുറവുണ്ട്, മഹി ഉള്ളിൽ അമർഷം അടക്കി നിർത്തി പറഞ്ഞു. എന്നാൽ ഇതേ സമയം ദേവന്റെ കണ്ണുകൾ മുഴുവൻ ആരവിലായിരുന്നു. ഇടയ്ക്ക് ആരു ദേവനെ നോക്കിയതും തന്നെ നോക്കിയിരിക്കുന്ന ദേവനെ കണ്ട് നേർമയായെന്ന് പുഞ്ചിരിച്ചു. ആരുവിൽ പതിഞ്ഞു നിൽക്കുന്ന ദേവന്റെ മിഴികളെ കണ്ട് മഹിക്കുള്ളിൽ ദേഷ്യവും കുശുമ്പും തോന്നി. അതിന്റെ ഫലമായി മഹി ആരുവിനെ അവന്റെ അടുത്തായി പിടിച്ചിരുത്തി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. മഹിയോട് ചേർന്നിരിക്കുന്ന ആരുവിനെ കാണുന്തോറും ദേവനിൽ നഷ്ടബോധം നിറഞ്ഞു. ഒരിക്കലും ആരും മഹിയെ അംഗീകരിക്കില്ലെന്ന് തന്റെ ധാരണ തെറ്റാണെന്ന് ദേവന് മനസ്സിലായി. എന്നാൽ ശ്രേയയിൽ ഈ കാഴ്ച ദേഷ്യവും അസൂയയും നിറഞ്ഞു. അവരുമായി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഇടുപ്പിലുള്ള മഹിയുടെ പിടുത്തം മുറുക്കാൻ തുടങ്ങിയതും ആര് സംശയത്തോടെ മഹിയെ മുഖമുയർത്തി നോക്കിയതും അവന്റെ കടിച്ചു പിടിച്ച മുഖഭാവത്തിൽ നിന്ന് തന്നെ താൻ അവരോട് സംസാരിക്കുന്നത് മഹിക്ക് ഇഷ്ടമായില്ലെന്ന് ആരുവിനും മനസ്സിലായെങ്കിലും അതറിഞ്ഞതായി ഭാവിക്കത് ആരിയിരുന്നു.